ഇന്ന് നമ്മൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. നെല്ലിക്ക വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്, ക്ഷീണവും മാറി കിട്ടും. നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു നെല്ലിക്ക തിന്നുന്നതും ഒരു ആപ്പിൾ കഴിക്കുന്നതും ഒരേ ഫലമാണെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 2 പേർക്കുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളകിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അതല്ല പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. തേനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിന്ന് ഒരു ഗ്ലാസ്സിൽ ഉപ്പിട്ടിട്ടും ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് നെല്ലിക്ക കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നെല്ലിക്ക ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഡെയിലി ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് ഒരു നെല്ലിക്ക വെച്ചിട്ട് എടുത്താൽ മതി. നമുക്ക് നെല്ലിക്ക അരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, ലെമൺ ജ്യൂസ്, ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് മാത്രമാണ് ഇട്ടടിക്കുന്നതെന്നുണ്ടെങ്കിലും പഞ്ചസാര മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 തരത്തിലായതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കാത്തത്. ഇനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. നെല്ലിക്ക നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സ്ട്രെയിനറിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് നന്നായി അരിച്ചെടുക്കുക. ഇതിൽ നിന്നെല്ലാം എല്ലാ ജ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. അടുത്തതിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേന് ചേർത്താലും മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പം നമ്മുടെ റീഫ്രഷിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.